ഹലോ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബയോളജിയുമായി ബന്ധപ്പെട്ട പുതിയ SCRT പുസ്തകങ്ങളും അതുപോലെ തന്നെ NCERT ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആയിരുന്നു. 2 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ഇതിന്റെ 3-ാമത്തെ ക്ലാസ് ആണ്. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പെരിഫറൽ നാഡീവ്യവസ്ഥയും സെൻട്രൽ നാഡീവ്യവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ സെറിബെല്ലം ഒക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ സെറിബെല്ലം നോക്കുമ്പോൾ നമുക്കറിയാം, മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണെന്ന് നമ്മൾ പഠിച്ചു. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഏത്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ്. തലച്ചോറിന്റെ പിൻഭാഗത്തായി സെറിബ്രത്തിന് താഴെയും മസ്തിഷ്ക കാണ്ഡത്തിന്, അതായത് ബ്രെയിൻ സ്റ്റമ്മിന് പിന്നിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ ഈ സെറിബെല്ലത്തെ ലഘു മസ്തിഷ്കം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. മസ്തിഷ്കത്തിന്റെ ആകെ വലിപ്പത്തിന്റെ 10% മാത്രമേ ഏത് വരുന്നുള്ളൂ? സെറിബെല്ലം വരുന്നത്. മസ്തിഷ്കത്തിന്റെ ആകെ വലിപ്പത്തിന്റെ 10% സെറിബെല്ലം വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ആകെ നാഡീകോശങ്ങളുടെ, അതായത് ന്യൂറോൺസിന്റെ പകുതിയിലധികവും അടങ്ങിയിരിക്കുന്ന 10% ഉള്ളെങ്കിലും മനുഷ്യ ശരീരത്തിലെ ആകെ ന്യൂറോൺസിന്റെ പകുതിയിലധികവും അടങ്ങിയിരിക്കുന്നത് സെറിബെല്ലത്തിലാണ്. അറിഞ്ഞിരിക്കണം. ഈ സെറിബെല്ലത്തിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സറായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെറിബെല്ലം. കോർഡിനേഷൻ അല്ലേ? നമുക്കറിയാം, ചലനങ്ങളുടെ ഏകോപനം, പേശികളുടെ ചലനങ്ങൾ സുഗമമാക്കുന്നു. എഴുതുക, അതുപോലെ തന്നെ കൈകൊണ്ട് വസ്തുക്കൾ പിടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചെയ്യാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. പേശികളുടെ ചലനങ്ങൾ സുഗമമാക്കുന്നു. എഴുതുക, ഓടുക, കൈകൊണ്ട് വസ്തുക്കൾ പിടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ബാലൻസ് ആൻഡ് പോസ്ചർ, നമ്മുടെ ശരീരത്തിന്റെ തുലനാവസ്ഥ, ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനും നിവർന്നു നിൽക്കാനും സഹായിക്കുന്നത് സെറിബെല്ലമാണ്. ഇതിനായി നമുക്കറിയാം, ആന്തരിക കർണം, ഈ ആന്തരിക കർണം, അതായത് ഇന്നർ ഇയറിൽ നിന്നുള്ള വിവരങ്ങൾ സെറിബെല്ലം ഉപയോഗിക്കുന്നു. ശരീരത്തിന്റെ തുലനാവസ്ഥ, ബാലൻസിങ് നിലനിർത്താനായിട്ട് ആന്തരിക കർണത്തിൽ നിന്നുള്ള വിവരങ്ങൾ ആരുപയോഗിക്കുന്നുണ്ട്? സെറിബെല്ലം ഉപയോഗിക്കുന്നു. ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനും നിവർന്നു നിൽക്കാനും സഹായിക്കുന്നു. ഇതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നർ ഇയറിൽ, ആന്തരിക കർണത്തിൽ നിന്നുള്ള വിവരങ്ങൾ സെറിബെല്ലം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോട്ടോർ ലേണിംഗ്, നമുക്കറിയാം, സൈക്കിൾ ചവിട്ടുക, ടൈപ്പ് ചെയ്യുക, സംഗീതോപകരണങ്ങൾ വായിക്കുക തുടങ്ങിയ ചലന പ്രാധാന്യമുള്ള കാര്യങ്ങൾ പരിശീലനത്തിലൂടെ ഓർത്തുവെക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അതായത് മോട്ടോർ ലേണിംഗ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ മാനസിക പ്രക്രിയകൾ, ചലനങ്ങൾക്ക് പുറമെ ഭാഷ കൈകാര്യം ചെയ്യൽ, ശ്രദ്ധ, വികാരങ്ങൾ എന്നിവയിലും ഇതിന് പങ്കുണ്ടെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സെറിബെല്ലത്തിന് പങ്കുണ്ടെന്ന്, ചലനങ്ങൾക്ക് പുറമെ ഭാഷ കൈകാര്യം ചെയ്യൽ, ശ്രദ്ധ, വികാരങ്ങൾ എന്നിവയിലും സെറിബെല്ലത്തിന് പങ്കുണ്ടെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സെറിബെല്ലത്തിന്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർദ്ധഗോളങ്ങളാണ് സെറിബെല്ലത്തിനുള്ളത്. 2 അർദ്ധഗോളങ്ങളാണ് സെറിബെല്ലത്തിനുള്ളത്. അതും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവയെ പരസ്പരം, ഈ 2 അർദ്ധഗോളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നാഡീഭാഗമുണ്ട്. എക്സാമിന് ചോദിക്കും. സെറിബെല്ലത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഈ 2 ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നാഡീഭാഗമാണ് വെർമിസ്. എന്താണ്? വെർമിസ് എന്ന നാഡീഭാഗം. അതുപോലെ തന്നെ സെറിബെല്ലത്തിൽ കോർട്ടെക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം ഭാഗം ചാരനിറമുള്ള കോശങ്ങൾ, അതായത് ഗ്രേ മാറ്റർ കോശങ്ങളാൽ കാണപ്പെടുന്നതാണ് കോർട്ടെക്സ്. ചുളിവുകൾ വീണ രീതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ്, ചാരനിറമുള്ള കോശങ്ങളാൽ ചുളിവുകൾ വീണ രീതിയിൽ കാണപ്പെടുന്ന പുറംഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്ന സെറിബെല്ലത്തിന്റെ. അതുപോലെ തന്നെ പാർക്കിൻജെ കോശങ്ങൾ സെറിബെല്ലത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന വലിയ നാഡീ കോശങ്ങളാണ് ഈ പാർക്കിൻജെ കോശങ്ങൾ എന്ന് പറയുന്നത്. സെറിബെല്ലത്തിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന നാഡീ കോശങ്ങളാണ് ഏത്? പാർക്കിൻജെ എന്ന് പറയുന്ന കോശങ്ങൾ. അതേപോലെ തന്നെ പെഡങ്കിളുകൾ, 3 ജോഡി നാഡീവ്യൂഹങ്ങൾ വഴി
സെറിബെല്ലം മസ്തിഷ്ക കാണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മസ്തിഷ്ക കാണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ബ്രെയിൻ സ്റ്റെം ആണ്. ആ ബ്രെയിൻ സ്റ്റെമ്മുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പെഡങ്കിളുകൾ. 3 ജോഡി നാഡീവ്യൂഹങ്ങളാണ്. അതും സെറിബെല്ലത്തിന്റെ ഭാഗമാണ്. നമുക്ക് മദ്യം കഴിക്കുമ്പോൾ ഒരാൾക്ക് കാലിടറുന്നതും വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തതും, അപ്പം മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം. കാരണം സെറിബെല്ലത്തിന്റെ പ്രവർത്തനത്തെ മദ്യം ബാധിക്കുന്നത് കൊണ്ടാണ് മദ്യം കഴിക്കുമ്പോൾ ഒരാൾക്ക് കാലിടറുന്നതും വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തതും. സെറിബെല്ലത്തിനുണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്ത് ചെയ്യും? ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാനും കൈകാലുകളുടെ വിറയലിനും ചലനങ്ങളുടെ ഏകോപനമില്ലായ്മയ്ക്കും ഒക്കെ കാരണമാകുന്നു. എക്സാമിന് ചോദിക്കും അറ്റാക്സിയ ഓപ്ഷനിൽ അറ്റാക്സിയ എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം എന്തെഴുതും എന്നാണ്. അതായത് അറ്റാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബെല്ലത്തിന് തകരാറുണ്ടാകുന്ന അവസ്ഥയാണ്. സെറിബെല്ലത്തിന്റെ തകരാറുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തും. അങ്ങനെ കൈകാലുകളുടെ വിറയലിനും ചലനങ്ങളുടെ ഏകോപനമില്ലായ്മയ്ക്കും കാരണമാകുന്നു. ഈ അവസ്ഥയാണ് എന്ത് പറയുന്നത്? അറ്റാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സെറിബെല്ലത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പോൾ സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. 1-2 എണ്ണം. നമുക്കറിയാം മദ്യപിക്കുമ്പോൾ മനുഷ്യന്റെ ശരീര തുലനാവസ്ഥ നഷ്ടപ്പെടാൻ കാരണമാകുന്ന മസ്തിഷ്ക ഭാഗം ഏത്? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ലഘു മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ കേട്ടിട്ടില്ല? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതുമായ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അപ്പോൾ പ്രധാന ധർമ്മങ്ങൾ ഐച്ഛിക ചലനങ്ങളുടെ ഏകോപനവും അതുപോലെ തന്നെ ശരീര തുലനാവസ്ഥയുമാണ്. അതറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, സെറിബെല്ലത്തിന്റെ ഉൾഭാഗം മുറിച്ചു നോക്കിയാൽ ഒരു വൃക്ഷത്തിന്റെ ശാഖകൾ പോലെയുള്ള ഘടനകളൊക്കെ കാണാനായിട്ട് സാധിക്കും. സെറിബെല്ലത്തിനുണ്ടാകുന്ന തകരാറ് മൂലം ചലന ഏകോപനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത്? അറ്റാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സെറിബ്രവും സെറിബെല്ലവും കൂടി കൺഫ്യൂഷനായി പോകരുത്. സെറിബ്രം ഏറ്റവും വലിയ ഭാഗമാണ്, സെറിബെല്ലം രണ്ടാമത്തെ വലിയ ഭാഗം. അതുപോലെ തന്നെ നമ്മൾ മെഡില്ല ഒബ്ലാങ്കേറ്റ പഠിക്കും. മസ്തിഷ്കത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് മെഡില്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ, വികാരം എന്നിവയുടെ കേന്ദ്രം. ശരീര സന്തുലിതാവസ്ഥ, പേശീചലനം എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. മെഡില്ല ഒബ്ലാങ്കേറ്റ നമുക്കറിയാം, നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛയോടെ അല്ലാതെ നടക്കുന്നത്. ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡില്ല ഒബ്ലാങ്കേറ്റയാണെന്ന് അറിയാം. അടുത്ത് നമ്മൾ നോക്കുന്നത് തലാമസ് ആണ്. അപ്പോൾ നമ്മൾ സെറിബ്രം നോക്കി, സെറിബെല്ലം നോക്കി, ദെൻ തലാമസ്. മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നതാണ് തലാമസ്. മസ്തിഷ്കത്തിന്റെ, അതായത് മുൻ മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള ആണ് ഏത്? തലാമസ് എന്ന് പറയുന്നത്. അതായത് സെറിബ്രത്തിന് തൊട്ട് താഴെയായി മുട്ടയുടെ ആകൃതിയിൽ ഒവോയിഡ് ഷേപ്പിലാണ് തലാമസ് കാണപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. നമ്മൾ മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഈ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഓക്കെ. അതുപോലെ തന്നെ തലാമസിനെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നതാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഭാഗമായിട്ടുള്ള ഫോർ ബ്രെയിന്റെ, മുൻ മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെ മുട്ടയുടെ ആകൃതിയിൽ ഒവോയിഡ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ഇതിനെ റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓർത്തിരിക്കണം, തലാമസിനെ എന്ത് വിളിക്കാറുണ്ട്? റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്ത് വിളിക്കാറുണ്ട്? റിലേ സ്റ്റേഷൻ എന്ന് തലാമസിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും റിലേ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്? കാഴ്ച, കേൾവി, തൊലിപ്പുറത്തുണ്ടാകുന്ന സ്പർശനം തുടങ്ങിയ വിവിധ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിച്ച് ആവശ്യാനുസരണം സെറിബ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുന്നതാണ് ഏത്? തലാമസ്. അപ്പോൾ കാഴ്ച, കേൾവി,
തൊലിപ്പുറത്തുണ്ടാകുന്ന സ്പർശനം. എന്നാൽ നമ്മുടെ ഗന്ധവും മണമൊന്നും ഇത് കടത്തിവിടുന്നില്ല. ഓക്കെ, തൊലിപ്പുറത്തുണ്ടാകുന്ന സ്പർശനം തുടങ്ങിയ വിവിധ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിച്ച് തരം തിരിച്ച് ആവശ്യാനുസരണം സെറിബ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നത് ആരാണ്? തലാമസ് ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞു, വേദനയുടെ കേന്ദ്രമാണ്. ശരീരത്തിലുണ്ടാകുന്ന വേദന, ചൂട്, തണുപ്പ് എന്നിവ തിരിച്ചറിയാൻ തലാമസ് സഹായിക്കുന്നു. മുൻവർഷ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലാമസ് ആണ്. ഇനി തെറ്റിക്കരുത്, തലാമസ് ആണ് മസ്തിഷ്കത്തിന്റെ റിലേ സ്റ്റേഷൻ അഥവാ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത്. പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? തലാമസ് ആണ്. വിട്ടുപോകരുത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് പ്രധാനമായും പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചിട്ടുള്ളതാണ്. മുൻവർഷ ചോദ്യമാണ്. അപ്പോൾ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതൂടെ? തലാമസ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ശരീരത്തിലെ സംവേദ പ്രേരക ആവേഗങ്ങൾ, അതായത് സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ്, ഇതിന്റെ പ്രധാന ഏകോപന കേന്ദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എഴുതണം. എന്തെഴുതണം? തലാമസ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സെറിബ്രത്തിലേക്ക് കടത്തിവിടാതെ, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സെറിബ്രത്തിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു നിർത്തുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം എഴുതണം. തലാമസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് ഇനി നമുക്ക് അടുത്ത പഠിച്ചാലോ. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നതാണ് ഏത്? ഹൈപ്പോതലാമസ് എന്ന് പറയും. മുൻ മസ്തിഷ്കത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ഹൈപ്പോതലാമസും സ്ഥിതി ചെയ്യുന്നത്. തലാമസും അവിടെ തന്നെയാണ് അല്ലെ? തലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് സ്ഥിതി ചെയ്യുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ്, എക്സാമിന് ചോദിക്കും മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ടാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് ഏതിനെ വിളിക്കുന്നത്? ഹൈപ്പോതലാമസിനെ വിളിക്കുന്നത്. ഇവ ഉത്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ അറിഞ്ഞിരിക്കണം. ഹൈപ്പോതലാമസ് ഉത്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്ന ശരീരത്തിന്റെ ആന്തരിക സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഒന്നുകൂടെ, ഹൈപ്പോതലാമസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോസിൻ, പ്രസവ സംബന്ധമായ പ്രവർത്തനങ്ങൾക്കും മുലപ്പാൽ ഉത്പാദനത്തിനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇത് ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ തന്നെ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയും. ശരീരത്തിലെ ജലത്തിന്റെ അളവ് പുനരാകിരണം വഴി നിയന്ത്രിക്കുക. അതായത് ശരീരത്തിലെ ജലത്തിന്റെ അളവ് പുനരാകിരണം വഴി നിയന്ത്രിക്കുന്നത് വാസോപ്രസിൻ ആണ്. ഈ രണ്ട് ഹോർമോണുകളും ഏതൊക്കെയാ? ഓക്സിറ്റോസിനും അതുപോലെ തന്നെ വാസോപ്രസിനും ഹൈപ്പോതലാമസ് ആണ് നിർമ്മിക്കുന്നത്. ഇത് ഹൈപ്പോതലാമസ് നിർമ്മിച്ചിട്ട് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സംരക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇവ രണ്ടും ഉത്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഉത്പാദിപ്പിച്ചിട്ട് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് ശേഖരിച്ചു വെക്കുകയാണ് ചെയ്തത്. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്. അപ്പൊ ഈ ഹോമിയോസ്റ്റാറ്റിസ് ഹോർമോൺ അല്ല. ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരീരത്തിന്റെ ആന്തരിക സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഹോമിയോസ്റ്റാറ്റിസ് എന്നും അറിയപ്പെടാറുണ്ട്. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് മിഡ് ബ്രെയിൻ, അതുപോലെ തന്നെ പോൺസ്, മെഡില്ല ഒബ്ലാങ്കേറ്റ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മെഡില്ല ഒബ്ലാങ്കേറ്റ, പോൺസ്, അതുപോലെ തന്നെ മിഡ് ബ്രെയിൻ. അപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റെമ്മിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, മിഡ് ബ്രെയിൻ ആണ്. അപ്പോൾ ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച, കേൾവി,
എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്ന ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ മിഡ് ബ്രെയിന് പങ്കുണ്ട്. ഫോർ ബ്രെയിനും അതല്ലെങ്കിൽ ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ തലാമസ്, ഹിൻഡ് ബ്രെയിൻ അല്ലെങ്കിൽ പോൺസ് അല്ലെങ്കിൽ സെറിബെല്ലം എന്നിവയ്ക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് മസ്തിഷ്കത്തിലെ ഏറ്റവും ചെറിയ ഭാഗങ്ങളിൽ ഒന്നാണ് ഇത് മിഡ് ബ്രെയിൻ. മസ്തിഷ്കത്തിലെ ഏറ്റവും ചെറിയ ഭാഗങ്ങളിൽ ഒന്നാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെ പ്രധാന ധർമ്മം, മിഡ് ബ്രെയിന്റെ പ്രധാന ധർമ്മം കാഴ്ചയും കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവയുമായി ബന്ധപ്പെട്ട ഉത്തേജനങ്ങളോടും പ്രതികരണങ്ങളെയും പേശീചലനങ്ങളെയും ഏകോപിപ്പിക്കുന്ന മധ്യ മസ്തിഷ്ക ഭാഗമാണ് ഏത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി, കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട ഉത്തേജനങ്ങളോടുള്ള പ്രതികരണങ്ങളെയും പേശീചലനങ്ങളെയും ഏകോപിപ്പിക്കുന്ന മധ്യ മസ്തിഷ്ക ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോർപ്പോറോ ക്വാഡി ജെമിന. എന്തോന്നറിയാമോ? കോർപ്പോറോ ക്വാഡ്രി ജെമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ പിറകിലായി കാണപ്പെടുന്ന 4 വൃത്താകൃതിയുള്ള മുഴകൾ പോലെയുള്ള ഘടനയാണ് കോർപ്പോറോ ക്വാഡ്രി ജെമിന എന്ന് പറയുന്നത്. ഇവയാണ് കാഴ്ച, കേൾവി എന്നിവയുടെ പ്രതിപ്രവർത്തന കേന്ദ്രങ്ങളുമായി റിഫ്ലെക്സ് സെന്റേഴ്സ് ആയി പ്രവർത്തിക്കുന്നത്. കോർപ്പോറോ ക്വാഡ്രി ജെമിനയാണ്. ഇത് മിഡ് ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. നമുക്കറിയാം, ഈ മിഡ് ബ്രെയിനിലാണ് ഡോപ്പമൈൻ ഉത്പാദിപ്പിക്കുന്നത്. ഡോപ്പമൈൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? ശരീര ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഡോപ്പമൈൻ എന്ന നാഡീയ പ്രസാരകം, അതായത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ പഠിച്ചിട്ടില്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉത്പാദിപ്പിക്കുന്ന സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഭാഗം എവിടെയാണ്? ഈ മധ്യ മസ്തിഷ്കത്തിലാണ്, മിഡ് ബ്രെയിനിൽ ആണ്. ഇവിടെയുള്ള കോശങ്ങളുടെ, ഈ മിഡ് ബ്രെയിനിലെ കോശങ്ങളുടെ നശീകരണം മൂലമാണ് എന്തുണ്ടാവുന്നത്? പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം അല്ലെ? മിഡ് ബ്രെയിനിലെ കോശങ്ങളുടെ നശീകരണം മൂലമാണ് പാർക്കിൻസൺസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ശരീരചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉത്പാദിപ്പിക്കുന്നത് ഈ മിഡ് ബ്രെയിനിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന ഭാഗമാണ്, മധ്യ മസ്തിഷ്കത്തിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. അപ്പോൾ ഇവിടെയുള്ള കോശങ്ങളുടെ, ഈ മധ്യ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നശീകരണം മൂലമാണ് എന്തുണ്ടാകുന്നത്? പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ കുറേയധികം പോയിന്റ്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇനി ഇതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസ്തിഷ്കത്തിന്റെയും മുൻ മസ്തിഷ്കത്തിന്റെയും പിൻ മസ്തിഷ്കത്തിന്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം പോലെ പ്രവർത്തിപ്പിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിഡ് ബ്രെയിൻ ആണ്, മധ്യമസ്തിഷ്കമാണ്. അതുപോലെ തന്നെ അവിചാരിതമായി ഉണ്ടാകുന്ന ശബ്ദങ്ങൾക്കും ദൃശ്യങ്ങൾക്കും അനുസരിച്ച് തലയും കഴുത്തും ചലിപ്പിക്കുന്ന പ്രവർത്തനം, അതായത് റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് നടക്കുമല്ലോ. ഈ റിഫ്ലെക്സ് ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലും മധ്യ മസ്തിഷ്കമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോൺസ് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഈ പോൺസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. പാലം എന്നാണ് അതിന്റെ അർത്ഥം, ബ്രിഡ്ജ് എന്നാണ്. മസ്തിഷ്കത്തിലെ മുകളിലെ ഭാഗങ്ങളെയും താഴെയുള്ള മിഡിലെയും തമ്മിൽ നാഡീനാരുകൾ വഴി ബന്ധിപ്പിക്കുന്നതാണ് പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിലെ മുകളിലെ ഭാഗങ്ങളെയും താഴെയുള്ള മിഡിലെയും തമ്മിൽ നാഡീനാരുകൾ വഴി ബന്ധിപ്പിക്കുന്നതാണ് ഇത് പോൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാനം നമ്മുടെ ഹിൻഡ് ബ്രെയിൻ ഉണ്ടല്ലോ, പിൻമസ്തിഷ്കം. ഈ പിൻമസ്തിഷ്കത്തിന്റെ ഭാഗമാണ് പോൺസ് എന്ന് പറയുന്നത്. ഇത് മധ്യമസ്തിഷ്കത്തിന് താഴെയായും മിഡില ഒബ്ലാങ്കേറ്റയ്ക്ക് മുകളിലായിട്ടുമാണ് പോൺസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പോൺസ് സ്ഥിതി ചെയ്യുന്നത് മിഡ് ബ്രെയിന്റെ താഴെയും മിഡില ഒബ്ലാങ്കേറ്റയ്ക്ക് മുകളിലായിട്ട്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും പോൺസ് ആണ്. ശ്വസന നിയന്ത്രണം കേട്ടിട്ടില്ലേ? ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്കും ആഴവും നിയന്ത്രിക്കുന്ന ന്യൂമോടാക്സിക് കേന്ദ്രം, ന്യൂമോടാക്സിക് സെന്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ന്യൂമോടാക്സിക് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോൺസിലാണ്. അറിഞ്ഞിരിക്കണം, പോൺസിലാണ് ആ ന്യൂമോടാക്സിക് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അതായത് ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്കും ആഴവും നിയന്ത്രിക്കുന്ന ന്യൂമോടാക്സിക് കേന്ദ്രം പോൺസിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഈ പോൺസിന്റെ മറ്റ് ധർമ്മങ്ങള് മുഖത്തെ ഭാവങ്ങള് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്ലീപ്പ് സൈക്കിൾ ഉറക്കം, കണ്ണുകളുടെ ചലനം എന്നിവ നിയന്ത്രിക്കുന്നതും പോൺസ് ആണ്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെം നമ്മൾ പറഞ്ഞു, അതായത് മസ്തിഷ്ക കാണ്ഡം, മധ്യമസ്തിഷ്കം, പോൺസ്, മെഡുല ഒബ്ലാങ്കേറ്റ എന്നിവ ഒന്നിച്ച് ചേരുന്നതാണ്. ഏതൊക്കെയാണ്? മിഡ് ബ്രെയിന്, പോൺസ്, മെഡുല ഒബ്ലാങ്കേറ്റ എന്നിവ ഒന്നിച്ച് ചേരുന്നതാണ് ഏത്? എങ്ങനെയാ അത് മൂന്നും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മസ്തിഷ്കത്തിലെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൺസ് എന്നേ ഉത്തരം എഴുതാകൂ. മസ്തിഷ്കത്തിലെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ, ബ്രീത്തിങ്ങിനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് പോൺസ്. മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലം എന്നറിയപ്പെടുന്നത് പോൺസ് ആണ്. ഉമിനീരുത്പാദനം, ചവച്ചരയ്ക്കൽ എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു പിൻ മസ്തിഷ്ക ഭാഗമാണ് പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടേ? ഓക്കെ അല്ലേ? അപ്പൊ കുറേയധികം പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. ഇനി നമുക്ക് മെഡുല ഒബ്ലാങ്കേറ്റ കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ഈ മെഡുല ഒബ്ലാങ്കേറ്റ പിൻ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. മെഡുല ഒബ്ലാങ്കേറ്റ മസ്തിഷ്കത്തിന്റെ ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഇത് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഇത് പിന്നീട് സുഷിമ്നയായി തുടരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഒരു കോണിന്റെ ആകൃതിയിലാണ് ഏത് കാണപ്പെടുന്നത്? മെഡുല ഒബ്ലാങ്കേറ്റ കാണപ്പെടുന്നത് കോണിന്റെ ആകൃതിയിലാണ്, കോൺ ഷേപ്ഡ് ആണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതും വാസോമോട്ടോർ കേന്ദ്രം, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിനുള്ള വാസോമോട്ടോർ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഡുല ഒബ്ലാങ്കേറ്റയിലാണ്. അതായത് ശരീരത്തില് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള വാസോമോട്ടോർ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഡുല ഒബ്ലാങ്കേറ്റയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? മധ്യമസ്തിഷ്കവും പോൺസും മെഡുല ഒബ്ലാങ്കേറ്റയും ചേർന്നാണ് ബ്രെയിൻ സ്റ്റെം എന്നറിയാം. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ തുടങ്ങിയ അനൈച്ഛിക, തുമ്മല് തുടങ്ങിയ അനൈച്ഛിക, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണോ ഇവയൊക്കെ നടക്കുന്നതല്ല, ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. തുമ്മൽ, ചുമ, ഛർദി, അതുപോലെ വിഴുങ്ങൽ, സ്വാളോവിങ് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മെഡുല ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തെ സുഷിമ്നയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും താഴെയുള്ള ഭാഗം നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇത് മുൻകാല ക്വസ്റ്റ്യൻ ആണ്. സ്പൈനൽ കോഡുമായി ബന്ധിപ്പിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റ് കേൾക്കുന്ന പരിക്ക് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അനൈച്ഛിക പ്രവർത്തനത്തില് ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസം തുടങ്ങിയ ജീവൽ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ് ആയതുകൊണ്ടാണ് മെഡുല ഒബ്ലാങ്കേറ്റ് കേൾക്കുന്ന പരിക്ക് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായി തീരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സെറിബെല്ലവും അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെമ്മിലെ മെഡുല ഒബ്ലാങ്കേറ്റയും പോൺസും മിഡ് ബ്രെയിനും അതുകൂടാതെ തലാമസും ഹൈപ്പോതലാമസും ഒക്കെ പഠിച്ചു. നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്ത ടോപ്പിക്കാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. അതിനകത്ത് നമ്മൾ സുഷിമ്നെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.